പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാളെ പറ്റിച്ച് വാങ്ങിയ വണ്ടിയിൽ ഇരുന്നിട്ട് ഓൾഡ് ഒരു മാഷാ അല്ലാ. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നെക്സ്റ്റ് ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത്? എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW വല്ലവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയും കയ്യിലിരിക്കുന്ന സാമാനം കണ്ടിട്ടല്ല സ്വന്തം ആഗ്രഹമാണെന്ന് പറഞ്ഞു കിടക്കുന്നത്. ഇങ്ങനെ കുറെ മൈര്യങ്ങളുണ്ട്. മുഴുവൻ പൈസയും കൊടുക്കാതെ ഒരാളെ പറ്റിച്ച് വാങ്ങിയ കാറിൽ ഞെളിഞ്ഞിരിക്കാൻ ഉളുപ്പുണ്ടോ സജന നിനക്ക്? ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, കുട്ടിയുമായി കൂട്ടിച്ചേർത്തുള്ള കമന്റുകളാണ് വീഡിയോയുടെ താഴെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട. പോരെ? അതെന്തായാലും നന്നായി. ആ ചേച്ചി കറക്റ്റ് സമയത്ത് കയറി ഇടപെട്ടതുകൊണ്ട് മുകേഷ് ചേട്ടൻ കഴിച്ചിലായി. തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടത്. സജനത്താൽ അധികം അടുപ്പിക്കാൻ പറ്റില്ല എന്ന് ചേച്ചിക്ക് നല്ലോണം മനസ്സിലായിക്കുന്നു. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോരാ. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിലൊരു മോഡലായിരുന്നു. ചിരിക്കുകയാണോ കരയുകയാണോ? വണ്ടി നല്ല ഇഷ്ടപ്പെട്ടുവെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന്റെ ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്ക് ചെക്ക് ചെയ്താലും മനസ്സിലാകും വാഹനം അവരുടെ പേരിലല്ല എന്ന്. ഒരു പാവം യൂസ്ഡ് കാർ ഡീലറെ മുഴുവനും പണം കൊടുക്കാതെ പറ്റിച്ചിട്ടാണ് ഇവള് ഈ കാറും കൊണ്ട് നടക്കുന്നത്. പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ചങ്ങായിന് ഇവളും ഇവളുടെ പഴയ കാമുകനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയും കൂടി കള്ള കേസിൽ കുടുക്കി ജയിലിലിടുകയും ചെയ്തു. ജയിലില് സ്റ്റേഷനിൽ എത്ര കിടന്നിട്ട്? 8 ദിവസം കിടന്നു. അതിന് 65,000 രൂപ വക്കീല് കൊടുത്തുകൊണ്ട് 8 ദിവസം കൊണ്ട് ഇറങ്ങി. ദിവസം കിടന്നില്ലേ? ആ വിഷയത്തില് ഇവൾ 6 പവന്റെ സ്വർണം പോയി എന്ന് പറയണതിൽ സാറ് വിശ്വസിക്കുന്ന? ഏത് വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്, SUV മോഡലും ഇഷ്ടമാണ്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ അല്ലേടാ? മൈലേജ് ഒക്കെ നല്ല മൈലേജാണ്. നല്ല ഓട്ടമുള്ള വണ്ടിയല്ലേ, അപ്പൊ നല്ല മൈലേജ് കാണത്തില്ലേ? 2013 വണ്ടിയല്ലേ? വീണ്ടും അത് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നല്ല ഓട്ടം ഉള്ളതുണ്ടല്ലേ എടുക്കുന്നത്? മനസ്സിലാക്കണ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ. അളിയാ, അതാ ഇതുപോലെ ഇങ്ങനൊക്കെ സംസാരിക്കാൻ ഒരു കഴിവില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കുറച്ചധികം ആണുങ്ങൾ ചിലപ്പോ രക്ഷപ്പെട്ടു പോയാണ്. ചിലപ്പോ ഇൻക്ലൂഡിങ് റസൂൽ പൂക്കുട്ടി. ചിരിക്കുകയാണോ കരയുകയാണോ?